എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പനീർ കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. 100 ഗ്രാം പനീർ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തതാണ്. മീഡിയം ടൈപ്പിലുള്ള ഒരു ക്യാരറ്റ്, ഒരു സവാള, 2 പച്ചമുളക്, അല്പം കറിവേപ്പില, മല്ലിയില ചേർത്താൽ അല്പം കൂടി ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അല്പം ചീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം ഓയിൽ പുരട്ടാം. കുറേശ്ശെ എടുത്ത് ഉരുളയാക്കാം. എന്നിട്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം ചീസ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇതേ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരളവിൽ 7 കട്ട്ലറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വശം മൊരിയുമ്പോൾ തിരിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.